ഹായ് ഗൈസ്. സോ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ എറർ ത്രോൺ ചെയ്ത് വെച്ചിരുന്നു. അതാണ് നമുക്കിവിടെ എറർ കാണാൻ പറ്റുന്നത്. ഇനി ബേസിക്കലി നമ്മൾ എന്താ എറർ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ട്രൈ ക്യാച്ച് വെച്ചിട്ട് ഇത് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. ഇതിൻ്റെ ബേസിക് ഐഡിയ എന്താണെന്ന് ആദ്യം ഞാൻ പറയാം. എറർ വരാൻ ചാൻസ് ഉള്ള കോഡ് മാത്രം ട്രൈ ബ്ലോക്കിൽ ഇടണം. ഓക്കെ, നമ്മുടെ കോഡിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ കോഡ് ഇടരുത്. ഞാനിപ്പോഴും പറയുന്നത് എറർ വരാൻ ചാൻസ് ഉള്ള കോഡ് മാത്രം ട്രൈ ബ്ലോക്കിൽ ഇടണം. എൻ്റെ പ്രോഗ്രാം ട്രൈ ബ്ലോക്കിൽ ഇടരുത്. അത് വെരി ബാഡ് പ്രാക്ടീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നായിരിക്കും എറർ ഹാൻഡിൽ ചെയ്യണമല്ലോ ആപ്പ് മുഴുവനായിട്ട്, സോ ട്രൈ ബ്ലോക്കിലേക്ക് ഇട്ടാൽ സേഫ് അല്ലേ എന്നുള്ളത്. സോ അതൊരിക്കലും ഇടാൻ പാടില്ല. കാരണം 3 കാരണം ഞാൻ പറയാം. ഒന്ന്, പെർഫോമൻസ് ഇഷ്യൂ പ്രശ്നം വരും. പിന്നൊന്ന്, ഡീബഗിങ് കുറച്ചും കൂടി ഹെല്ലായിരിക്കും ആക്ച്വലി. പിന്നെ അത് ബാഡ് കോഡിംഗ് സ്റ്റൈലാണ്. സോ ഒരിക്കലും എൻ്റെ പ്രോജക്റ്റ് മുഴുവൻ ട്രൈ ബ്ലോക്കിൽ ഇടരുത്. ഓക്കെ, പിന്നെ ട്രൈ ക്യാച്ച് നിങ്ങളുടെ ഈസ് നോട്ട് ഓൺലി ദി ഫിക്സിങ് യുവർ ബഗ്സ്, പിന്നെ സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, ദിസ് മസ്റ്റ് ബി ഫിക്സ്ഡ് ആൻഡ് നോട്ട് കോട്ട്. സോ ഓക്കെ, സോ ഈ സിൻടാക്സ് എററും ലോജിക്കൽ എററൊക്കെ ആക്ച്വലി കോട്ട് ചെയ്യാനുള്ളതല്ല ക്യാച്ചിൽ, പക്ഷെ നിങ്ങളായിട്ട് ഫിക്സ് ചെയ്യേണ്ടതാണ് അത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് തോന്നാം എപ്പോഴാണ് ട്രൈ ക്യാച്ച് യൂസ് ചെയ്യേണ്ടതുള്ളത്. സോ ഒരു എറർ വന്നു, അത് നിങ്ങളുടെ ഔട്ട് ഓഫ് കൺട്രോളാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ യൂസർ ഇൻപുട്ട്, നെറ്റ്വർക്ക് ഫെയിലിയർ, സെർവർ ഡൗൺ, API ടൈം ഔട്ട്. ഇവിടെ യൂസർ എന്ത് ടൈപ്പ് ചെയ്യുമെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെ ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആണ്. നമുക്ക് എന്താ പറയുക, ട്രൈ ക്യാച്ച് യൂസ് ചെയ്യുന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ കസ്റ്റം എററാണ് ത്രോ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ കണ്ടു ത്രോ മെസ്സേജ് ഇൻവാലിഡ് യൂസർ ഇൻപുട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് ഇൻറ്റൻഷനലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ബിഗ്ഗർ ആപ്ലിക്കേഷൻസിൽ പിന്നെ എന്താ പറയുക, 1 പാർട്ട് എറർ ത്രോ ചെയ്യും, പിന്നെ അത് അനദർ പാർട്ട് ക്യാച്ചിൽ അത് ഹാൻഡിൽ ചെയ്യണം. സോ ഇതൊരു ക്ലീൻ ആർക്കിടെക്ചറാണ്. ഇമ്പോർട്ടൻറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പം നമുക്ക് ട്രൈ യൂസ് ചെയ്യണമെങ്കിൽ എൻ്റെ കോഡ് മുഴുവൻ ട്രൈ യൂസ് ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇൻസ്റ്റഡ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇവിടെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ട്രൈ എഴുതാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ വിളിക്കുന്ന സ്ഥലത്ത് ഞാനത് എടുത്തിട്ട് ട്രൈയിലേക്ക് ഇട്ടു. സോ ഇവിടെ എറർ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ട്രൈയിലേക്ക് ഇട്ടത്. ഓക്കെ, എന്നിട്ട് സോ ഇത് ട്രൈ ബ്ലോക്ക് എളുപ്പമാണ്. ട്രൈ കീവേഡ് യൂസ് ചെയ്യുക, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എറർ വരാൻ ചാൻസ് ഉള്ള കോഡ് നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാച്ച് എഴുതണം. CATCH ക്യാച്ച് കീവേഡ് തന്നെ. അതിലൊരു ഒബ്ജക്റ്റ് പാരാമീറ്റർ ആയിട്ട് കിട്ടും. സോ എറർ ഒബ്ജക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റോ സ്ട്രിങ്ങോ എന്ത് വേണമെങ്കിലും ആവാം. യൂഷ്വലി അത് എറർ ഒബ്ജക്റ്റ് ആയിരിക്കും ആക്ച്വലി. ഓക്കെ, എന്നിട്ട് സെയിം തന്നെ ലൈക്ക് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ console.log ഓഫ് എറർ എന്ന് എനിക്ക് പ്രിൻറ്റ് ചെയ്യണം, എന്താ എറർ വരുന്നതെന്ന് അറിയാനായിട്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോൾ ബാക്ക് എഴുതണം. എന്ന് വെച്ചാൽ ചൂസ് മാക്സ് ലൈഫ്. ഞാനിവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തിരിച്ച് അതിനെ 100 ഡീഫോൾട്ട് വാല്യൂ യൂസർ ഇൻവാലിഡ് ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോൾ ബാക്ക് ചെയ്തിട്ട് ഞാനത് റീസെറ്റ് ചെയ്യുന്നു, യൂസ് മാക്സ് ലൈഫ് വാല്യൂ. സോ ഇത് ഹൈലൈറ്റ്. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ലെറ്റാണ്, സോ ബ്ലോസ്കോപ്പാണ്. സോ അതുകൊണ്ട് ഇതിനെ ഞാൻ ലെറ്റ് ഇവിടെ എഴുതാൻ പോവാണ്, പുറത്തേക്ക് എഴുതാൻ പോകും, ബ്ലോസ്കോപ്പിൽ നിന്ന് മാറ്റാനായിട്ട്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചു ട്രൈ ക്യാച്ച്. സോ നമ്മളിവിടെ പുറത്തേക്കാണ് യൂസ് ചെയ്തത് ചൂസ് മാക്സ് ലൈഫ് ഉള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മാക്സ് ലൈഫ് ഔട്ട്സൈഡ് ട്രൈ ബ്ലോക്കിന് ഔട്ട്സൈഡ് നമുക്ക് ആക്സസ് ചെയ്യണം, പിന്നെ ക്യാച്ച് ബ്ലോക്കിൽ ആക്സസ് ചെയ്യണം. സോ അതുകൊണ്ടൊക്കെയാണ് ഞാനിത് പുറത്തേക്ക് എഴുതിയിരിക്കുന്നത്, കാരണം ഇത് ബ്ലോക്ക് സ്കോപ്പ് ആയതുകൊണ്ട്. പിന്നെ എറർ ഇപ്പോൾ വരികയാണെങ്കിൽ, എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ ഞാനിവിടെ ഫോൾ ബാക്ക് ചെയ്യണം, വാല്യൂ തിരിച്ച് 100ലേക്ക് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇഫ് എറർ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ ഫ്ലോ ആയിട്ട് അത് വർക്ക് ചെയ്തോളും. ഓക്കെ, ഇതൊരു ഗ്രേസ്ഫുൾ എറർ ഹാൻഡ്ലിംഗ് മെത്തേഡാണെന്ന് പറയാൻ പറ്റും. പിന്നെ ക്യാച്ച് ബ്ലോക്ക് ബേസിക്കലി നമ്മൾ പറഞ്ഞു ഇവിടെ ക്യാച്ച് കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് വരുന്നുണ്ട്. സോ ഈ എറർ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റാണ്. നമ്മളിവിടെ എന്താണോ ത്രോ ചെയ്യുന്നത് ആ ഒരു ഒബ്ജക്റ്റാണ് നമുക്കിവിടെ കിട്ടുക. ഇപ്പോൾ നമുക്കിതാണ് കിട്ടുന്നത്. ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് ഒരു സിസ്റ്റം എറർ ആവാം, നെറ്റ്വർക്ക് എറർ ആവാം, കുഡ് ബി അവർ ഓൺ കസ്റ്റമർ എറർ ആവാം, പിന്നെ അതൊക്കെ ആവാം. പിന്നെ ഇവിടെ നമുക്ക് സേവ് ചെയ്തിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം, വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഒന്ന് റീലോഡ് ചെയ്യാം. ഞാനിവിടെ ഹായ് കൊടുത്തു, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സോ ഇവിടെ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജ് ഇൻവാലിഡ് യൂസർ ഇൻപുട്ട് എന്നുള്ളത് അല്ലേ. സോ കൺസോൾ ലോഗ് റെഡ് അല്ല, ബേസിക്കലി ഇതൊരു നമ്മൾ കൊടുത്ത സ്ക്രിപ്റ്റ്
നമ്മൾ കൊടുത്ത കൺസോൾ ലോഗ് മെസ്സേജ് ആണ്, എറർ ഒബ്ജക്റ്റ് തന്നെയാണ്. നമ്മളിവിടെ എറർ ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എറർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന്. സോ ആ ഒരു ഒബ്ജക്റ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, എറർ ഒബ്ജക്റ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ സ്ക്രിപ്റ്റ് ഇപ്പോൾ ക്രാഷ് ആവില്ല, കാരണം മുമ്പ് ക്രാഷ് ആയിരുന്നു, ഇപ്പോൾ ക്രാഷ് ആവില്ല. സോ സ്ക്രിപ്റ്റ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും, പിന്നെ ആപ്പ് കണ്ടിന്യൂസ്ലി പിന്നെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. സോ അറ്റാക്ക്, സ്ട്രോങ് അറ്റാക്കൊക്കെ വർക്കാവുന്നുണ്ട്. ഓക്കെ, ഇതാണ് ട്രൈ ക്യാച്ചിൻ്റെ പവർ നമുക്ക് പറയാൻ പറ്റും. ചില കേസിൽ നിങ്ങൾക്ക് ഫോൾ ബാക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും, ചില കേസിൽ ഫോൾ ബാക്ക് യൂസ് ചെയ്യേണ്ടെന്ന് നിൽക്കുന്നുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർവർ ഓഫ്ലൈൻ, പേയ്മെൻറ്റ് ഫെയിൽഡ്, ഡാറ്റ ഇസ് നോട്ട് സേവ്ഡ്. ഈ കേസിലൊക്കെ എന്ന് വെച്ചാൽ ഷോ യൂസർ പ്രോപ്പർ മെസ്സേജ്, ഇതിൽ ഈ ഫോൾ ബാക്ക് ചെയ്യേണ്ട കാര്യമില്ല, യൂസറിന് പ്രോപ്പർ മെസ്സേജ് കാണിക്കണം ആ ടൈമിലൊക്കെ വേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് എഴുതാം പ്ലീസ് ട്രൈ അഗൈൻ ലേറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതാം, അങ്ങനെ മെസ്സേജ് കാണിക്കുക, എന്നിട്ട് പക്ഷേ ആപ്പ് ക്രാഷ് ആവില്ല. ഓക്കെ, ഇനി നമുക്കൊരു ഒരു കീവും കൂടി നോക്കാം. അതിൻ്റെ പേരാണ് ഇവിടെ ഫൈനലി എന്ന് പറയും. ഫൈനലി ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ റിസ്കി കോഡ് ക്യാച്ചിൽ ട്രൈയിൽ നമ്മൾ റിസ്കി കോഡ് എഴുതി. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാച്ചിൽ എന്താ എഴുതണമെന്ന് വെച്ചാൽ ഹാൻഡിൽഡ് എറർ ഹാൻഡിൽ ചെയ്യാൻ പറയുന്നു. സോ ട്രൈയിൽ നമ്മൾ റിസ്കി കോഡ് എഴുതും, ക്യാച്ചിൽ നമ്മൾ വെച്ചാൽ എറർ ഹാൻഡിൽ ചെയ്യാനുള്ള ഇത് എഴുതും, ഹാൻഡിൽ എറർ ചെയ്യും. പിന്നെ ഫൈനലി ബേസിക്കലി എന്താ ഇവിടെ എക്സിക്യൂട്ട് വെച്ചാൽ ഇത് ഓൾവേസ് റണ്ണാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫൈനൽ ബ്ലോക്ക് എപ്പോഴും റൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എറർ വന്നാലും ഇല്ലെങ്കിലും, ട്രൈ സക്സസ് ആയാലും ഫെയിൽ ആയാലും ഈ ഫൈനൽ ബ്ലോക്ക് അത് എക്സിക്യൂട്ട് ചെയ്യും. സോ നിങ്ങൾക്ക് ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് ഫൈനലി യൂസ് ചെയ്യണമെന്നുള്ളത്. കാരണം സംടൈംസ് നമ്മൾ എറർ ത്രോൺ ചെയ്തു, സംടൈംസ് സ്ക്രിപ്റ്റ്സ് വെച്ചാൽ ഈ ക്യാച്ചിൻ്റെ ഉള്ളിൽ ക്രാഷ് ആവും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സ്റ്റോപ്പ് ചെയ്യും, ആക്ച്വലി ക്യാച്ചിൻ്റെ ഉള്ളിൽ സ്റ്റോപ്പ് ചെയ്യും. സോ ബട്ട് നിങ്ങളുടെ ഈ ഫൈനലിൽ ബേസിക്കലി സം പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് നിങ്ങൾ എഴുതിയത്, അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈനൽ യൂസ് ചെയ്യും. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വേരിയബിൾസ് ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ കണക്ഷൻസ് ഒക്കെ ക്ലോസ് ചെയ്യാൻ, അല്ലെങ്കിൽ UI റീസെറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താ അനലിറ്റിക്സ് സെർവറിലേക്ക് ലോഗ്സ് സെൻഡ് ചെയ്യാനായിട്ട്, ഇതൊക്കെ ബേസിക്കലി നമുക്ക് ഫൈനലിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ക്ലീനപ്പ് കോഡ്സ് എല്ലാം ബേസിക്കലി എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഫൈനലിലാണ് നമ്മൾ എഴുതുക. ബട്ട് ഓണസ്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇൻ മെനി ബിഗിനർ പ്രോജക്ട്സിൽ നമ്മൾ ഫൈനലി കൂടുതൽ യൂസ് ചെയ്യില്ല സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മുടെ കേസിലും നമുക്ക് ഫൈനലി ഇവിടെ ആവശ്യമില്ല. ബട്ട് ഇറ്റ് എക്സിസ്റ്റ്, ഫൈനലിൽ കീവേഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ ഈ ഫൈനലി റിയൽ ടൈം പ്രോജക്ട്സിൽ യൂസ് ചെയ്യേണ്ടി വരും എന്തായാലും. സോ അതുകൊണ്ടാണ് ഞാൻ ഫൈനലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ. ഒരു എസ്പെഷ്യലി കേസ് പറഞ്ഞാൽ API കോൾസ്, അസിങ് കോഡ്, നെറ്റ്വർക്ക് സ്റ്റാർട്ട് ടൈമിലൊക്കെ മോസ്റ്റ്ലി നിങ്ങൾക്ക് ഫൈനലി കീവേഡ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ട്രൈ ക്യാച്ച് ഞാൻ പറഞ്ഞു ഇതൊരു കൺട്രോൾ സ്ട്രക്ചറാണ്. പിന്നെ നമ്മൾ ഈ ട്രൈ ക്യാച്ച് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഓൺലി വേർ എറേഴ്സ് ആർ അൺഅവോയ്ഡബിൾ. ബേസിക്കലി ആ സ്ഥലത്ത് മാത്രമേ, എറേഴ്സിന് ഒഴിവാക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ ഈ ട്രൈ ക്യാച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ എൻ്റെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യരുത്, ട്രൈ ക്യാച്ചിലിട്ടിട്ട് റാപ്പപ്പ് ചെയ്യരുത്. ക്യാച്ച് ബേസിക്കലി ഒരു ഫോൾ ബാക്ക് ഒരു മെസ്സേജ് കാണിക്കാനുള്ള സെഷനാണ്. പിന്നെ അത് ഫൈനലി എന്ന് പറഞ്ഞാൽ ക്ലീനപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് അഡ്വാൻസ് കേസസിലാണ് ഫൈനലി കൂടുതലും കുറച്ചും കൂടി യൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ നമ്മൾ ഈ പോകെ ലൈക്ക് നമ്മൾ നെറ്റ്വർക്ക് അസിങ് കോഡ്, API കോഡ്സ് എല്ലാം വരുമ്പോൾ നമ്മൾ ട്രൈ ക്യാച്ച് മാൻഡേറ്ററി ആയിട്ട് തന്നെ നമ്മൾ റൈറ്റ് ചെയ്യും. ഓക്കെ, സോ അത് നിങ്ങൾ പഠിച്ച് വെക്കുക. ആ ടൈമിലൊക്കെ നമ്മൾ ട്രൈ ക്യാച്ച് ഓട്ടോമാറ്റിക്കലി നമ്മൾ യൂസ് ചെയ്യും. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യാണ്. കീപ് പ്രാക്ടീസിങ്. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ട്രൈ ക്യാച്ചൊക്കെ നിങ്ങൾ യൂഷ്വലി ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ പെർട്ടിക്കുലർ സെക്ഷനിൽ റൈറ്റ് ചെയ്യും. ആക്ച്വലി ട്രൈയിങ് ക്യാച്ചൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇത് വരും. എൻ്റെ ആപ്ലിക്കേഷനിൽ എവിടെയാണ് എറർ വരെ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യാൻ തുടങ്ങും ആക്ച്വലി ട്രൈയിങ് ക്യാച്ചൊക്കെ. സോ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്. ബൈ.